ആദ്യം നമുക്ക് സ്ലോപ്പ് റൂഫിന്റെ ഗുണങ്ങളും ഫ്ലാറ്റ് റൂഫിന്റെ ദോഷങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. സ്ലോപ്പ് റൂഫിന്റെ ഭംഗി തന്നെയാണ് ഏറ്റവും നല്ല ഗുണം. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ മോഡേൺ വീടുകളിൽ പോലും നമ്മൾ സ്ലോപ്പ് റൂഫ് ചൂസ് ചെയ്യുന്നത്. സ്ലോപ്പ് റൂഫിന്റെ മറ്റൊരു ഗുണമാണ് ചെരിഞ്ഞിട്ടായതുകൊണ്ട് തന്നെ വെള്ളം കെട്ടിക്കിടക്കില്ല എന്നുള്ളത്. അതേസമയം ഫ്ലാറ്റ് റൂഫിനാണെങ്കിൽ വെള്ളം കെട്ടിക്കിടന്ന് പൂപ്പലുകൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി സൺഷെയ്ഡിന്റെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ചെരിഞ്ഞിട്ടായതുകൊണ്ട് തന്നെ സ്ലോപ്പ് റൂഫിന്റെ പ്രൊജക്ഷൻ കുറച്ച് കൂട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ സെപ്പറേറ്റ് ഒരു സൺഷെയ്ഡ് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അതേസമയം ഫ്ലാറ്റ് റൂഫിനാണെങ്കിൽ മെയിൻ റൂഫിന്റെ പ്രൊജക്ഷൻ കൂട്ടിക്കൊടുത്താലും നമ്മൾ സെപ്പറേറ്റ് സൺഷെയ്ഡ് കൊടുക്കണം. ഇല്ലെങ്കിൽ വെയിലും മഴയും കൊണ്ട് നമ്മുടെ ജനലും വാതിലൊക്കെ നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് സ്ലോപ്പ് റൂഫിന്റെ ദോഷങ്ങളും ഫ്ലാറ്റ് റൂഫിന്റെ ഗുണങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. ഫ്ലാറ്റ് റൂഫിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ സ്ലോപ്പ് റൂഫിന് ഏകദേശം 50% ഏരിയ കൂടുതലാണ്. അതായത് ചെരിഞ്ഞിട്ടാണല്ലോ ഉള്ളത്, അപ്പോൾ ഏരിയ കൂടും. അപ്പം നമുക്ക് ലേബർ കോസ്റ്റും മെറ്റീരിയൽ കോസ്റ്റൊക്കെ കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതുമാത്രമല്ല സ്ലോപ്പ് റൂഫ് ചെരിഞ്ഞിട്ടായതുകൊണ്ട് തന്നെ വർക്ക് ചെയ്യുന്ന സമയത്ത്, അതായത് കോൺക്രീറ്റ് ചെയ്യുമ്പോഴും ലെവൽ ചെയ്യുമ്പോഴും കോമ്പാക്ട് ചെയ്യുമ്പോഴൊക്കെ പണിക്കാർക്ക് അതിൻ്റെ മുകളിൽ നിന്ന് വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതേസമയം ഫ്ലാറ്റ് റൂഫിൻ്റെ മേലിൽ നിന്ന് വർക്ക് ചെയ്യാൻ എളുപ്പമാണ്. പ്രോപ്പറായിട്ട് ലെവൽ ചെയ്യാനും കോമ്പാക്ട് ചെയ്യാനൊന്നും സാധിക്കാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും സ്ലോപ്പ് റൂഫിന് വിള്ളലുകൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുമാത്രമല്ല ഫ്ലാറ്റ് റൂഫിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ സ്ലോപ്പ് റൂഫിന് ലൈഫ് സ്പാൻ കുറച്ച് കുറവാണ്.